അവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ ചിപ്പിമോളെ കാണാതാവുകയാണല്ലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. ചിപ്പിമോൾ എവിടെ പോയി എന്നറിയാതെ മഹേഷും ഇഷിതയും അവളെ തപ്പി ഇറങ്ങുവാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിക്കുന്നു, കാണുന്നില്ല. അങ്ങനെ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി വന്ന് അവിടെ നിന്ന് മോളെ മോളെ എന്ന് വിളിക്കുകയാണ്. ഞാനും അച്ഛനും തമ്മിൽ ഒരു പിണക്കവും ഇല്ല, ഡാഡിയും തമ്മിൽ ഒരു പിണക്കവും ഇല്ല എന്നുള്ള രീതിയിൽ ഇഷിത പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്ന സമയത്ത് മഹേഷ് ചോദിക്കുന്നു, അപ്പം തനിക്ക് എന്നോട് ഒരു പിണക്കവും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇഷിത പറയുന്നു, എങ്ങനെ ക്ഷമിക്കാതിരിക്കും, നമ്മളെ തമ്മിൽ കൂട്ടി നിർത്തുന്ന ഒരു ചരടല്ലേ നമ്മുടെ മോള്, അതുകൊണ്ട് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഇഷിത ഉറക്കെ വിളിച്ച് പറയാണ്, ഞങ്ങൾ ഇനി പിണങ്ങില്ല, മോൾ ഇറങ്ങി വരാൻ പറയുന്നു. അങ്ങനെ കുറേ നേരം അവർ ചിപ്പിമോളെ തപ്പുകയാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ചിപ്പിമോളെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, ഇവർ പറയുന്നത് കേട്ട്. അങ്ങനെ വന്ന് പറയുന്നത് കേട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മഹേഷും ഇഷിതയും മോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ അവരെ ചിപ്പിമോളാണ് ശരിക്കും ഇഷിതയും മഹേഷിനെയും വീണ്ടും ഒന്നിപ്പിക്കുന്നത്. എങ്കിലും അവരുടെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വഴിത്തിരിവിലേക്കാണ് വീണ്ടും കടന്നു പോകുന്നത്. ഇതേ സമയം നമ്മുടെ മഞ്ജിമ അമ്മയോട് പറയുന്നു, അമ്മ എന്താ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനാണോ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മഞ്ജിമയാണ് ഫുള്ള് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക്. സ്വപ്നവല്ലിയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുക, അതുകൊണ്ട് അവരെ ആർക്കും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഇപ്പം മഞ്ജിമ പറയുന്നതാണ് അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, തൻ്റെ കൈലാസ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ഇഷിതയാണ് എല്ലാ തെറ്റും ചെയ്തതെന്നാണ്. അങ്ങനെ അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ഇതെല്ലാം മഹേഷും ഇഷിതയും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇഷിത വരുമ്പോഴും നമ്മുടെ സ്വപ്നവല്ലി വെറുതെ ഇരിക്കത്തില്ല, ഇടയ്ക്കിടയ്ക്കിടെ കുത്തു കൊടുക്കും, നല്ല വഴക്കും പറയും. പിന്നെ കൈലാസിൻ്റെ കാര്യത്തിൽ ഇനിയിപ്പം ഇറങ്ങുന്ന സമയത്ത് കൈലാസ് വന്നു കഴിഞ്ഞാൽ അതിലും പ്രശ്നമാകും. അങ്ങനെ സംഭവബഹുലമായ മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മുടെ ഇഷ്ടം എന്ന സീരിയൽ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.